ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഈ ഒരു ഇവിടമാണ് നമ്മൾ പെട്ടെന്ന് സാഗ് ചെയ്തിട്ട് നമുക്കിങ്ങനെ താന്ന പോലെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ താന്ന പോലെ ഇരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫേസ് എന്താണ് പറയുക, പെട്ടെന്ന് തന്നെ പ്രായം ചെന്ന പോലെ തോന്നിക്കും. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ അതുപോലെ തന്നെ സാഗാകും. നമ്മുടെ മൊത്തം ഈ ഒരു ഭാഗം തൊട്ട് നെറ്റിയിലൂടെ ഇവിടെ ഈ ഒരു ഭാഗം ഐബ്രോസിന് തൊട്ട് താഴെ അത് ഇവിടെ എന്നിട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഒരു ചീക്ക് ഇങ്ങനെ താഴോട്ട് വന്ന് കിടക്കും. കണ്ടിട്ടുണ്ടോ? ആ കണ്ണ് മുതൽ താഴോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പ്രായം തോന്നിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചീക്ക് സാഗ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാലായിട്ട് നമ്മുടെ അതായത് ഈ ചീക്ക് ഈ ഒരു ഭാഗം നമുക്ക് ചിലർക്ക് സാഗ് ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മിക്കവർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് മുഖത്ത് നല്ല വണ്ണമുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് അത് സാഗ് ചെയ്യുന്നത്. നല്ല കവളൊക്കെ ചെറുപ്പകാലത്ത് നല്ല കവളൊക്കെ നല്ല തുടുത്തിരിക്കും. പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇവിടെ കൊണ്ട് അങ്ങ് ഒടിഞ്ഞു തൂങ്ങിയ പോലെ വരും അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാം. നമ്മൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു 30 വയസ്സിന് 35 വയസ്സ് കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള മസാജൊക്കെ കൊടുത്തു പോകണമെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പായ്ക്കിട്ട് പോകണം. മുട്ടയുടെ വെള്ള ഒരു മുട്ട നന്നായിട്ട് അടിച്ച് മൊത്തം അടിക്കണം. വെള്ളയുടെ മാത്രമല്ല ഫുള്ള് മുട്ട എടുത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നല്ലതായിട്ട് വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഫേസ് വാഷ് ചെയ്ത് കളയുക. അതൊരു നല്ലൊരു ഹോം റെമഡിയാണ്. നമ്മുടെ ഈ ഒരു ഇവിടെ ഒന്ന് സാഗ് ചെയ്ത് സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റ് ആകാനായിട്ട് സാഗ് ചെയ്തിരിക്കാനായിട്ടും ഒക്കെ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ, നല്ല അപ്ലിഫ്റ്റ് ചെയ്തുള്ള മസാജ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സാഗിങ് പ്രോബ്ലം വരാതെ ഇരിക്കും. വരുന്നവർക്ക് നല്ല ഡിഫറൻസും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നെ സാഗ് ചെയ്തിരിക്കാനായിട്ടും നല്ല ടൈറ്റാക്കി അപ്ലിഫ്റ്റ് ചെയ്തിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മസാജൊക്കെ നേരത്തെ കാണിക്കുന്ന മസാജൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പതിവായി ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. റിങ്കിൾസൊക്കെ ഉള്ളവരൊക്കെ പതിവായിട്ട് ചെയ്യുക, ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോ മസാജും കാര്യങ്ങളും അതിൻ്റെ പായ്ക്കും കാര്യങ്ങളും സ്കിൻ ടൈറ്റനിങ് പായ്ക്കും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഒരു മസാജ് എങ്ങനെ ചെയ്ത് നോക്കിയാലോ? അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മസാജ് ചെയ്ത് നോക്കിയാലോ? എന്നാൽ എല്ലാവരും ഒന്ന് ഓടി വന്നേ. അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഈ ഒരു ഇവിടമാണ് നമ്മൾ പെട്ടെന്ന് സാഗ് ചെയ്തിട്ട് നമുക്കിങ്ങനെ താന്ന പോലെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ താന്ന പോലെ ഇരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫേസ് എന്താണ് പറയുക, പെട്ടെന്ന് തന്നെ പ്രായം ചെന്ന പോലെ തോന്നിക്കും. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ അതുപോലെ തന്നെ സാഗാകും. നമ്മുടെ മൊത്തം ഈ ഒരു ഭാഗം തൊട്ട് നെറ്റിയിലൂടെ ഇവിടെ ഈ ഒരു ഭാഗം ഐബ്രോസിന് തൊട്ട് താഴെ അത് ഇവിടെ എന്നിട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഒരു ചീക്ക് ഇങ്ങനെ താഴോട്ട് വന്ന് കിടക്കും. കണ്ടിട്ടുണ്ടോ? ആ ഒരു ഇങ്ങനെ താഴോട്ട് വന്ന് കിടക്കും. അപ്പോൾ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ സാഗ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം ഒരു പ്രശ്നം കാണാം. അതായത് നമ്മുടെ കണ്ണ് മുതൽ താഴോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പ്രായം തോന്നിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചീക്ക് സാഗ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നല്ല രീതിയിൽ കവളൊക്കെ നല്ലതായിട്ട് തുടുത്ത് നിൽക്കത്തുള്ളൂ, നല്ലതായിട്ട് എടുത്ത് നിൽക്കത്തുള്ളൂ, നല്ലതായിട്ട് ടൈറ്റൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു മസാജാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കാളി നീരോ ഒക്കെ ഇട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പം വെളിച്ചെണ്ണയൊന്നും പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അവർ നല്ലെണ്ണയോ ഒലിവ് ഓയിലോ ഒക്കെ എടുത്ത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുക്കൾ വരാത്ത ചിലർക്ക് ഡ്രൈ സ്കിന്നുകാർക്കും വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ കുരുക്കളുണ്ടാകും. അങ്ങനത്തെ ഉള്ളവർക്ക് നല്ലെണ്ണ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലൊന്നും കാണത്തില്ല. അപ്പോൾ നല്ലെണ്ണയെ കാണത്തുള്ളൂ. അപ്പോൾ നല്ലെണ്ണ എടുത്ത് കുറച്ച് വാങ്ങിക്കുക, നമ്മളതെടുത്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫേസിൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ചെറിയ ഓയിലി സ്കിന്നാണ് എങ്കിലും ഞാൻ എൻ്റെ ഒരു ഓയിലിട്ടാണ് ഞാനിപ്പോൾ മസാജ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഏത് ഓയിലും നിങ്ങൾക്കിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഫെയർനെസ് ഓയിൽ തന്നെ ഇട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഓയിലിൻ്റെ കാര്യമല്ല, നമ്മൾ ആ മസാജ് ചെയ്യുന്ന സ്റ്റെപ്പും മസാജ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ടൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നു, റിങ്കിൾസൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം. ഡവറായിലാണ്ടത് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നു.
അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മുഖത്തോട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്താണല്ലോ എപ്പോഴും ഒരു സ്കിന്ന് സാഗ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചീക്കിൻ്റെ അവിടോട്ട് ആദ്യം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇവിടെ സാഗ് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും നമ്മുടെ ഒരു ഫേസ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഏരിയയിലാണ് നമ്മളിപ്പോൾ മസാജ് കൊടുക്കുന്നത്. ബാക്കി ഓയിൽ നമ്മൾ കയ്യിലോട്ട് തൂക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ നമ്മൾ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ 3 വിരൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പൊക്കിയിട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് മസാജ് ക്ലോക്ക് വൈസിൽ കൊടുക്കുക. ക്ലോക്ക് വൈസ് ചുണ്ട് അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ട് വേണം മസാജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഇവിടെ ഇപ്പോൾ സ്കിന്ന് സാഗ് ചെയ്തിരിക്കുക, താന്നിരിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ അത് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊന്ന് പൊക്കി മസാജ് ചെയ്യുക. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കണ്ട, എന്നാൽ ഇത്തിരി പ്രഷറും വേണം, വളരെ സോഫ്റ്റ് ആയിരിക്കുകയും വേണം. ഇത് നമ്മളൊരു 1 മിനിറ്റോളം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈം അനുസരിച്ച് മസാജ് കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 വിരൽ ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. കണ്ണിൻ്റെ ഈ നേരെയുള്ള സൈഡിലുള്ള കോർണറിലെ പ്രഷർ പോയിന്റിൽ കൊണ്ട് വലിച്ചു നിർത്തുക. ഇത് നമ്മളൊരു 10 വട്ടം ഇത് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ കൈ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മളിത് മുകളിലോട്ട് ഈ കൈ ഇങ്ങനെ ഓടിച്ചിട്ട് മുകളിലോട്ടൊരു മസാജ് കൊടുക്കും. ഇത് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യുന്നത് മാറാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. ഇത് നമ്മളൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. നെക്സ്റ്റ് സൈഡ് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇത് നമ്മളൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. അടുത്ത് നമ്മുടെ ഈ 2 വിരൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു കൈ വെച്ച് ഈ ഒരു വിരൽ ഇതിലെ ഇങ്ങനെ പോകണം. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് സൈഡ് വീണ്ടും നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ തള്ളവിരൽ ഇവിടെ ആയിരിക്കണം, ബാക്കി ഇത് ഇവിടെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ തള്ളവിരൽ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന കൊടുത്ത് തള്ളവിരലും ഇങ്ങനെ ടൈറ്റാക്കി ഓടണം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം, സാഗിങ് പ്രശ്നം മാറിക്കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് മേളിലും ചെയ്തുകൊണ്ട് 2 ഒരുമിച്ച് ചെയ്യണം. ഇതും ഒരു 10 വട്ടം നമുക്ക് ചെയ്യാം. നല്ല രീതിയിൽ കവിള ലിഫ്റ്റ് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന മസാജാണ് കേട്ടോ. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കൈ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഇതൊരു 1 മിനിറ്റ് ചെയ്യുക. അടുത്തത് ഈ സൈഡും അതുപോലെ തന്നെ ചുരുട്ടി പിടിച്ചതിന് ശേഷം 1 മിനിറ്റ് ചെയ്യും.
ഒരു സ്കിന്ന് സാഗ് ചെയ്യുന്ന പ്രശ്നത്തിന് ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കൂടുതലും മസാജ് കൊടുക്കേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുക. മൊത്തം ലിഫ്റ്റ് ചെയ്യാനുള്ള മസാജാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നോക്കി ചെയ്യുക. ചുണ്ട് കൂട്ടി പിടിക്കുക. ഇതൊരു 1 മിനിറ്റ് നേരം ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതൊരു 1 മിനിറ്റ് നേരം ചെയ്യുക. വീണ്ടും നമ്മൾ ചൂണ്ടുവിരലെടുക്കുക. ചെടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഇവിടുത്തെ ഫൈൻ ലൈൻ എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ. ഇതൊരു 10 വട്ടം ചെയ്യുക. ഇതെല്ലാം ഒരു 10 വട്ടം അല്ല, ഒരു 1 മിനിറ്റ് ചെയ്താലും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു ടൈം പറയുന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഈ 2 വിരൽ. അപ്പോൾ ഈ 2 വിരൽ എടുത്തിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം തിരിച്ചു പിടിക്കുക. ഇതൊരു 1 മിനിറ്റ് ചെയ്യുക. ഇതൊരു 1 മിനിറ്റ് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ സാഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊണ്ട് ഒരു സാഗിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. 1 മിനിറ്റ് വീതം ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് ഒരു 1 മിനിറ്റോളം നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു പ്രഷർ പോയിന്റിലാണ് ടച്ച് ചെയ്യേണ്ടത്. ഇതൊരു 1 മിനിറ്റോളം ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ നല്ലതായിട്ട് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ലിഫ്റ്റ് ചെയ്ത പോലെ നമുക്ക് മനസ്സിലാകും. നമുക്ക് സ്കിന്നൊക്കെ നല്ല ടൈറ്റായി പോലെ തോന്നും. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു വിടുക. ഇങ്ങനൊരു മസാജ് കൊടുക്കും. ഇങ്ങനെ. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇനി നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് മൂക്കിൻ്റെ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വിടുക. ജസ്റ്റ് ഇങ്ങനെ ഒരു 10 വട്ടം വെച്ച് ടച്ച് ചെയ്ത് പ്രഷർ പോയിന്റ് ടച്ച് ചെയ്ത് നമ്മുടെ മസാജ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു മസാജ് നിങ്ങൾ പതിവായിട്ട് ചെയ്യുക. 1 മിനിറ്റ്, ഞാൻ ഈ പറഞ്ഞ എല്ലാം 10 മിനിറ്റ് 10 തവണയെന്ന് ഞാൻ പറയുന്നുണ്ട്. 10 തവണ ചെയ്യാതെ 1 മിനിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് ടൈറ്റാക്കിയിട്ട് ചെയ്യേണ്ട, സോഫ്റ്റായിട്ട് ചെയ്യണം. എന്നാൽ ഇച്ചിരി പ്രഷർ കൊടുക്കുകയും വേണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഏതൊരു മസാജും കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്തു പോകുമ്പോൾ എന്താണ്, കുറച്ച് 1 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു സ്കിന്ന് സാഗ് ചെയ്ത് പ്രശ്നം മാറി
നമ്മുടെ ഇവിടെ ടൈറ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു എന്താ പറയുക, നമുക്കിവിടെ എന്തോ ഒരു തോന്നും, നമുക്ക് എന്ത് ടൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. ഈ മസാജിന് ശേഷം നിങ്ങൾ ഈ ഓയിലെല്ലാം തുടച്ച് കളയുക കേട്ടോ. തുടച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ സാഗിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരും റിങ്കിൾസ് ഉള്ളവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്താ പറയുക, എന്നിട്ട് അത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക, മേളിലോട്ട് തേക്കുക, കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തേച്ച് മേളിലോട്ട് തേക്കുക. തേച്ചതിന് ശേഷം നന്നായിട്ട് വലിഞ്ഞ്, നമുക്ക് മുട്ട വലിയുമ്പോൾ അറിയാലോ, നമുക്കൊരു ഫീൽ ചെയ്യും, നമുക്ക് മുട്ട മുഖത്തിട്ട് വലിയുമ്പോഴത്തേന് അന്നേരം നിങ്ങളെന്താണ് ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങളങ്ങ് തുടച്ച് മാറ്റുക. അപ്പോൾ സോപ്പിട്ടൊന്നും അപ്പം നിങ്ങളൊരു ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കേണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതോ ഇട്ട് മുഖം കഴുകാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതായത് സ്കിന്ന് നന്നായിട്ട് സാഗ് ചെയ്തവർക്ക് ഡെയിലി ചെയ്തു പോകണം. അപ്പോൾ അതെല്ലാവരും ഓർക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.